ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. കുറേ ദിവസത്തിന് ശേഷം ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കയ്യിൽ കിട്ടിയിരിക്കുന്നത് 2 ഫ്രൈ പാനാണ്. അതിൽ ഒന്നിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഇടും. അത് കഴിഞ്ഞിട്ട് അടുത്തതിൻ്റെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ പതിവ് പോലെ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു പിക്ചറാണ് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് വരയ്ക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ ഇതുപോലെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് വരച്ചിട്ടുള്ള 2-3 പിക്ചേഴ്സും വാർലി ആർട്സൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കുറച്ച് നേരം സെലക്ട് ചെയ്തിട്ട് ഒരു ക്യൂട്ട് ഹണി ബീയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രൈ പാനിലേക്ക് വൈറ്റ് ബേസ് കോട്ട് അടിച്ചെടുത്ത് കൊടുക്കാൻ പോവുകയാണ്. ഡ്രൈ ആയതിനു ശേഷം 2-3 കോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഹണി ബീയുടെ ഒരു ഔട്ട്ലൈൻ പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരച്ചു കൊടുത്തു. ഇനി ഹണി ബീയുടെ ഔട്ട്ലൈനിന് ചുറ്റും നമ്മളൊരു ബ്ലൂ ഷെയ്ഡ് കൂടെ ജസ്റ്റ് ഇതുപോലെ ഡാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹണി ബീക്ക് പെയിൻറ്റിങ് കൊടുക്കാം. നമ്മൾ ഓൺലൈൻ സൈറ്റിൽ കണ്ട അതേ പെയിൻറ്റിങ്, അതേ കളർ തന്നെയാണ് നമ്മൾ ഇതിലും കൊടുക്കുന്നത്. ഹണി ബീയുടെ ഫേസിനും ബോഡിക്കും ബ്ലാക്കും യെല്ലോയും കോമ്പിനേഷനിൽ വരുന്ന കളർ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് അവിടെ നടക്കട്ടെ. നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ 2 മിനിറ്റിൽ നിന്നും 5 മിനിറ്റിലേക്കൊക്കെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കമൻസും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം 1-2 മണിക്കൂർ അല്ലെങ്കിൽ 3-4 മണിക്കൂറൊക്കെ എടുത്ത് ചെയ്യുന്ന പെയിൻറ്റിങ്ങാണിത്. പക്ഷേ ഇതൊരു ചെറിയ പെയിൻറ്റിങ്സ് ആണ്. ഇത് അത്രയും സമയമെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളത് എഡിറ്റ് ചെയ്ത് ലാഗ് ആക്കാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് കാണാൻ കണക്കിന് അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ആയി പോകുന്നതാണ് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ നമ്മളിത് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നല്ല ലാഗായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസ് എല്ലാം 2 മിനിറ്റിലും 3 മിനിറ്റിലൊക്കെ കുറച്ചിടുന്നത്. കാണുന്ന ഭാഗത്തിന് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് 2 മിനിറ്റൊക്കെ ആയി പോകുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ഫുള്ളായിട്ട് എടുത്തിടുന്ന സമയത്ത് 5 മണിക്കൂറൊക്കെ ഡ്യൂറേഷനിലുള്ള 5 മണിക്കൂറൊക്കെ കുറവാണ്. ചിലപ്പോൾ അതിൽ കൂടുതലും മണിക്കൂറുകൾ ഡ്യൂറേഷനിലുള്ള വീഡിയോസ് ആയിരിക്കും എടുത്തിടുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് 2 മിനിറ്റായിട്ടും 3 മിനിറ്റായിട്ടും കൂടിപ്പോയ 5 മിനിറ്റായിട്ടൊക്കെ ചുരുങ്ങി വരാറുണ്ട്. ഒരു പെയിൻറ്റിങ് ചെയ്ത വീഡിയോ ഇടുമ്പോൾ അത് നമ്മൾ ഒരുപാട് എലാബറേറ്റ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളും പെയിൻറ്റിങ് വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഉപയോഗശൂന്യമായിട്ട് കിടന്ന 2 ഫ്രൈ പാൻസ് ഞാൻ എടുത്തു. അതിലാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത്. ഒരെണ്ണത്തിൽ നമ്മൾ ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഹണി ബീയുടെ പിക്ചറാണ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് സെക്കൻഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നെപ്പോലെ ചെറിയ രീതിയിൽ മാത്രമേ വരയ്ക്കാൻ അറിയാവൂ എന്നുണ്ടെങ്കിലും അത് വരയ്ക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ആ കാര്യം. അങ്ങനെയാണ് ഞാനിത് ഓരോരോ വേസ്റ്റ് മെറ്റീരിയൽസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്തെടുക്കുന്നത്. ഇത് നല്ലൊരു വാൾ ഡെക്കർ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫ്രൈ പാൻ അല്ല, നമുക്കൊരു കാർഡ്ബോർഡോ എന്ത് കിട്ടിയാലും നമുക്കതിൽ വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത ആ ഒരു പെയിൻറ്റിങ്സ്. ഒരു കുഞ്ഞ് പെയിൻറ്റിങ്സ് ആണ്, അധികമൊന്നും നമുക്കതിൽ വർക്ക് ചെയ്യാനില്ല. ഉപയോഗശൂന്യമായിട്ടുള്ള ഇതുപോലത്തെ ഫ്രൈ പാൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് വാളിൽ ഹാങ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.